ലോക സാമ്പത്തിക നേതൃത്വത്തിലേക്ക് ഭാരതം കുതിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ നമ്മളെയൊക്കെ അടിമയാക്കി വെച്ച് ഞങ്ങൾ വലിയ ലോകശക്തിയാണ് എന്ന് അഹങ്കരിച്ച് നടന്ന ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും അമേരിക്കയും ഒക്കെ ഇന്ന് ഭാരതത്തിന്റെ മുമ്പിൽ, നരേന്ദ്രമോദിയുടെ മുമ്പിൽ, നവീന നരേന്ദ്രനാഥന്റെ മുമ്പിൽ അടിയറവ് പറയുന്ന കാഴ്ചയാണ് ഭാരതം ആസന്നമായ ഭാവിയിൽ കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇതൊക്കെ കാണാൻ ഭാഗ്യം ആണല്ലോ എന്നുള്ള ഒരു വലിയ സന്തോഷമാണ് ഇപ്പൊ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. സർ, മറ്റൊന്ന് കൂട്ടിച്ചേർത്ത് പറയേണ്ടത്, മറ്റൊരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നത്. ഭാരതത്തിന്റെ കറൻസി മറ്റുള്ള രാജ്യത്തിലുള്ള ആളുകൾക്ക് ലോൺ കൊടുക്കാൻ പോകുന്നു എന്നുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് കൂട്ടിയിറക്കി പറയേണ്ടതാണ്, ഭാരതത്തിന്റെ കറൻസി ഉപയോഗിച്ച് വാണിജ്യം നടത്താൻ പല രാജ്യങ്ങളും വിനിമയം നടത്താൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളത്. അത് കുറച്ച് പഴയതാണെങ്കിൽ പോലും ഇതുകൂടി കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ മാന്യ പ്രേക്ഷകരോട് എങ്ങനെയായിരിക്കും സാറിന്റെ പ്രതികരണം? ബൈജു ചോദിച്ച ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം ഹൈലി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ അമേരിക്കൻ ഡോളറിന്റെ ആഗോള കറൻസി എന്നുള്ള മേധാവിത്വമാണ്. ഇത് ഒരു സ്കൂളിലും ഒരു കോളേജിലും പഠിപ്പിക്കുന്നില്ല. അമേരിക്കൻ ഡോളർ എങ്ങനെ ആഗോള കറൻസി ആയി? അമേരിക്കൻ ഡോളർ ആഗോള കറൻസി ആകുന്നതിന് മുമ്പുള്ള ആഗോള കറൻസി ആരായിരുന്നു? ആരും മിണ്ടുകല്ലാത്തൊരു കാര്യമാണ്. മിണ്ടാൻ പേടിയാ. കാരണം തമ്പുരാനെ കാണുമ്പോൾ, സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന പോലെ ഇവനൊക്കെ മൂത്രം ഒഴിക്കുക. സംഭവം ഇതേ ഉള്ളൂ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക ജയിച്ചു. അമേരിക്ക ജയിച്ചു കഴിഞ്ഞപ്പം അമേരിക്കയുടെ അവസ്ഥ എന്താണെന്നറിയോ? യുദ്ധത്തിൽ ഏർപ്പെട്ട് ജയിച്ചാലും തോറ്റാലും സാമ്പത്തികമായിട്ട് തകരും. അപ്പോ യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞാൽ പോലും അമേരിക്ക സാമ്പത്തികമായിട്ട് തകർന്ന് പൊളിഞ്ഞുപോയി. ആ സമയത്ത് അമേരിക്ക കാണിച്ച ഒരു ബുദ്ധിയാണ്, ലോകത്തിനി മുന്നോട്ട് പോകുമ്പോൾ രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്ന ഇടപാടുകളുടെ കറൻസി അമേരിക്കയുടെ കറൻസി ആണെന്ന് അംഗീകരിക്കണം. ഇതാണ് നിബന്ധന അമേരിക്ക മുന്നോട്ട് വെച്ചത്, വേറൊന്നുമല്ല. അപ്പൊ ആ നിബന്ധന വന്നത് കൊണ്ട് മാത്രമാണ് അമേരിക്കൻ കറൻസി ശക്തിപ്പെട്ടത്. ഇതിന് പെട്രോ ഡോളർ ഡീൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമ്മുടെ ഇന്നത്തെ സൗദി അറേബ്യ, അതുപോലെ ഗൾഫ് രാജ്യങ്ങൾ, ഇവര് ചെയ്ത പണി എന്താന്ന് വെച്ചാൽ, ലോകത്തന്ന് നടക്കുന്ന ഏറ്റവും വലിയ വ്യാപാരം എന്ന് പറയുന്നത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വ്യാപാരമായിരുന്നു. ക്രൂഡ് ഓയിൽ, ഡീസൽ, പെട്രോൾ, അങ്ങനെയൊക്കെ. അപ്പോ ആദ്യമായിട്ട് അമേരിക്ക പറഞ്ഞത്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ലോകത്ത് ആർക്ക് വിറ്റാലും ആര് വാങ്ങിച്ചാലും അമേരിക്കൻ ഡോളറിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. നിയമം അടിച്ചേൽപ്പിച്ചു. അങ്ങനെ നിയമം അടിച്ചേൽപ്പിച്ചപ്പോ അമേരിക്കൻ ഡോളറിന് ഭയങ്കര ഡിമാൻഡായി. ഡോളറിന്റെ വില കൂടി. നമ്മൾ ഓർക്കണം, രണ്ടാം ലോകമഹായുദ്ധത്തിന് മുമ്പ്, ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിന് ശേഷം ഉള്ള 20 വർഷക്കാലമുണ്ട്. ആ 20 വർഷക്കാലം എടുത്താൽ ഒരു ഇന്ത്യൻ രൂപയും ഒരു അമേരിക്കൻ ഡോളറിനും ഒരേ വിലയായിരുന്നു. ഇന്നത്തെ കുട്ടികൾ ഇത് കേട്ടിട്ട് പോലുമില്ല. ഒരു ഇന്ത്യൻ രൂപയ്ക്കും ഒരു അമേരിക്കൻ ഡോളറിനും ഒരേ വിലയായിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിന് മുമ്പ്. രണ്ടാം ലോകമഹായുദ്ധം വരികയും പെട്രോൾ ഡോളർ എന്ന് പറയുന്ന ഡീല് നടപ്പാവുകയും ചെയ്തതിന് ശേഷമാണ് അമേരിക്കൻ ഡോളറിന്റെ വില ഉയരാൻ തുടങ്ങിയത്. അങ്ങനെയുള്ള അമേരിക്കൻ ഡോളർ ഇന്നിപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം രാജ്യത്ത് തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അമേരിക്കൻ ഡോളറിന്റെ മേലുള്ള ഒരു ഡിപ്പെൻഡൻസി ഇന്ന് ലോകത്ത് ഇല്ല. നമ്മളിപ്പോ സ്വർണം മേടിച്ചു വെച്ചാൽ പേടിക്കണ്ട എന്ന് പറയുമല്ലോ. കാരണം സ്വർണം പണയം വെക്കാം, സ്വർണം വിൽക്കാം, സ്വർണത്തിന് വില കുറയില്ല. ഇതുപോലെ ഒരു സാധനമായിരുന്നു അമേരിക്കൻ ഡോളർ. പക്ഷെ അമേരിക്ക സാമ്പത്തികമായിട്ട് തകരാൻ തുടങ്ങിയപ്പം ഇപ്പൊ അമേരിക്കൻ ഡോളറിന്റെ വില താഴാൻ പോയി. അപ്പോഴേക്ക് ലോകവിശ്വാസം നഷ്ടപ്പെട്ടു. ഇങ്ങനെ വന്നപ്പോൾ ആഗോള തലത്തിലുള്ള ഡീലുകൾക്ക് മേൽ അമേരിക്ക തന്റെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് പേടിപ്പിക്കാൻ തുടങ്ങി. അതായത് ഞങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ കച്ചവടം നടത്തിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ മേൽ തീരുവ ഏർപ്പെടുത്തും, ഉപരോധം ഏർപ്പെടുത്തും എന്നെല്ലാം പറഞ്ഞു. എന്താ പറ്റിയത്? കഴിഞ്ഞ തവണ ഉക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടായി. ആ സമയത്ത് അമേരിക്ക എല്ലാവരെയും പേടിപ്പിച്ചു, ഞങ്ങളുടെ രീതി അനുസരിച്ച് നിന്നില്ലെങ്കിൽ, ഞങ്ങളെ വഴങ്ങി നിന്നില്ലെങ്കിൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും. ഇപ്പൊ ഭാരതത്തിന്റെ അന്നത്തെ ആവശ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇറക്കുമതി എന്ന് പറയുന്നത് എണ്ണയാണ്. ആ എണ്ണ ഇറക്കുമതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പൈസ വേണം. ഈ പണം കൊടുക്കുന്ന സമയത്ത് ഇന്ത്യ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എവിടുന്നാണോ എണ്ണ വില കുറച്ച് കിട്ടുന്നത് ഞങ്ങൾ അവിടുന്ന് മേടിക്കും. അപ്പൊ റഷ്യ ഉപരോധത്തിൽ ഏർപ്പെട്ട് എണ്ണ വിൽക്കാൻ ഗതിയില്ലാതെ ആകെ നട്ടതിരിയാണ്. ഒരു വശത്ത് യുദ്ധം നടക്കുന്നു, യുദ്ധത്തിന്റെ ചെലവ് വേണം. റഷ്യയോട് എണ്ണ മേടിച്ചാൽ നിന്നെ ഞാൻ മൂക്കിക്കയറ്റുമെന്നും പറഞ്ഞ് അമേരിക്ക വിരട്ടിയപ്പം ഒത്തിരി രാജ്യങ്ങൾ വിരണ്ട് പിന്മാറി. ഈ സമയത്ത് വിരണ്ട് പിന്മാറാത്ത ഒരു രാജ്യമാണ് ഭാരതം. ഭാരതം പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ മേടിച്ചോളാം. അപ്പൊ റഷ്യ പറഞ്ഞു പകുതി വിലയ്ക്ക് തരാമെന്ന് പറഞ്ഞു. ഏത്
ഒപ്പക് രാജ്യങ്ങൾ കൊടുക്കുന്ന എണ്ണ വിലയുടെ നേരെ പകുതി വിലയ്ക്ക് ഇന്ത്യക്ക് റഷ്യ എണ്ണ തരാമെന്ന് പറഞ്ഞപ്പം അമേരിക്ക പറഞ്ഞു മേടിക്കരുത്, ഇന്ത്യ മേടിക്കരുത്, റഷ്യ ഒറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞു. നരേന്ദ്രമോദി പോടാ പുല്ലെന്ന് പറഞ്ഞു. ആരോട്? ട്രംപിനോട്. ഞാൻ ഇഷ്ടമുള്ളിടത്തുനിന്ന് മേടിക്കും, അത് നീ ആരാ തീരുമാനിക്കാണെന്ന് ചോദിച്ചു. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ചമ്മി. അന്ന് ട്രംപ് അല്ല, മറ്റേ അതിന് മുമ്പുള്ള ബൈഡനാ. ഓക്കെ, ഈസി ആയിട്ട് റഷ്യൻ ടാങ്കറുകൾ എണ്ണയുമായിട്ട് ഇന്ത്യയിലെ സകല തുറമുഖങ്ങളിലും എത്തി. നമ്മുടെ മുഴുവൻ ടാങ്കർ, നമുക്ക് ഇതുപോലെ ഗോഡൌൺ പോലെ എണ്ണ സൂക്ഷിക്കുന്ന വലിയ സംഭരണികളുണ്ട്. അത് നമ്മൾ ഒരു പത്രക്കാരും പറയാത്തൊരു കാര്യമാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ സംഭരണ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന എണ്ണ അവർക്ക് അവിടെ സൂക്ഷിച്ചു വെക്കാൻ സ്ഥലമില്ല. നമ്മുടെ ഒരു പഞ്ചായത്തിന്റെ വലിപ്പമുള്ള അവിടുത്തെ ഒരു രാജ്യത്തിന് ഭൂമിക്കടി കിടക്കുന്ന എല്ലാം കുഴിച്ച് മണ്ടയെ കൊണ്ട് വെക്കാൻ, ടാങ്ക് വെക്കാനുള്ള സ്ഥലം പോലും ഇവന്റെ രാജ്യത്തില്ല. അപ്പോൾ അത് മുഴുവൻ കൊണ്ട് സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലാണ്. എന്നിട്ട് ഇന്ത്യ എന്താ ചെയ്യുന്നത്? ഇത് മുഴുവൻ പെട്രോളും ഡീസലുമായിട്ട് അവന് തന്നെ തിരിച്ചു ലാഭം ഉണ്ടാക്കുകയാണ്. കൂടാതെ ലോകം മുഴുവൻ വിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള വലിയൊരു ബിസിനസ് നമ്മൾ നടത്തുന്നുണ്ട്. അത് നമ്മുടെ സാമ്പത്തിക വളർച്ചയുടെ വലിയൊരു അടിസ്ഥാനമാണ്. ഇവിടെ റഷ്യയിൽ നിന്ന് നമ്മൾ പകുതി വിലയ്ക്ക് എണ്ണ വാങ്ങിച്ചു. പകുതി വിലയ്ക്ക് എണ്ണ വാങ്ങിക്കുമ്പോൾ അമേരിക്ക ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇന്ത്യ പറഞ്ഞു, നീ ഭീഷണിപ്പെടുത്തുകയൊന്നും വേണ്ട, നിന്റെ $1 നമുക്ക് ആവശ്യമില്ല. ഇന്ത്യയും റഷ്യയും തമ്മിൽ രൂപയിലാണ് വിനിമയം നടത്താൻ പോകുന്നതെന്ന് പറഞ്ഞു. എല്ലാവരും ഓർത്ത് നടക്കുന്ന കാര്യമൊന്നുമില്ല. അമേരിക്ക പേടിപ്പിച്ചാൽ ഇന്ത്യ പേടിക്കും. ഇന്ത്യ പേടിച്ചില്ല, റഷ്യയും പേടിച്ചില്ല. അങ്ങനെ റഷ്യ ഇന്ത്യ ഓയിൽ ഡീൽ, ഇന്ത്യൻ രൂപ കൊടുത്ത് റഷ്യ എണ്ണ നമുക്ക് തരാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ മറ്റു ലോകരാജ്യങ്ങൾക്ക് തോന്നി ഇത് നല്ല പരിപാടിയാണല്ലോ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്കും രൂപ തരാം എന്ന് പറഞ്ഞ് ഏതാണ്ട് 18 രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയിലുമായിട്ട് ഇന്ത്യൻ രൂപ, ഇന്ത്യൻ കറൻസിയുടെ അടിസ്ഥാനത്തിൽ വ്യാപാര ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോ ഈ ചർച്ച ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് ഇന്ത്യക്ക് ചുറ്റുമുള്ള സാർക്ക് രാജ്യങ്ങൾ, അതായത് പാകിസ്ഥാൻ ഒഴികെയുള്ള മറ്റു രാജ്യങ്ങൾ, നേപ്പാൾ, ഭൂട്ടാൻ, ബർമ്മ, ശ്രീലങ്ക, മാലദ്വീപ് അടക്കമുള്ള രാജ്യങ്ങൾ തീരുമാനമെടുത്തു, ഞങ്ങൾക്ക് രൂപയിലുള്ള ഏർപ്പാട് മതി, അമേരിക്കൻ ഡോളർ വേണ്ട. അപ്പൊ ഇന്ത്യ പറഞ്ഞു, രൂപയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ലാഭമുണ്ട്, അമേരിക്കൻ ഡോളർ ആകുമ്പോൾ അതിന്റെ നൂലാമാലയുണ്ട്, ലാഭത്തിന്റെ വീതം അമേരിക്കയ്ക്ക് പോകും, ഏതാ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് രൂപ മതി എന്ന്. അങ്ങനെ ഏതാണ്ട് 36-38 രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ രൂപ ആഗോള കറൻസിയായി അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. 38 രാജ്യങ്ങൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി ഇത് 88 ആകാനും 188 ആകാനും അധികം താമസമൊന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ ഡോളറിനെ അടിച്ചിരുത്തിയിട്ട് അടുത്ത ഒരു 10 കൊല്ലത്തിനകം ഇന്ത്യൻ രൂപ ആഗോള കറൻസി ആകാൻ പോവുകയാണ്. ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. ഇത് ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, പ്രഖ്യാപിക്കുകയൊന്നുമില്ല, അങ്ങ് നടപ്പാകും, പിന്നെ അറിയുള്ളൂ. അതുകൊണ്ട് അമേരിക്കൻ ഡോളറിന്റെ അന്ത്യം മരണമണി മുഴങ്ങിയിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇത്. എന്താണ്? 2 കാര്യങ്ങളാണ്. ഒന്ന്, ആഗോള കച്ചവടം ഇന്ത്യൻ രൂപയിലാക്കുന്നു. ഇന്ത്യ ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാവുന്നു. ഇന്ത്യ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തി ആവുമ്പോഴേക്കും അമേരിക്കൻ ഡോളർ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇന്ത്യൻ രൂപ വരാൻ പോവുകയാണ്. ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം നമ്മൾക്കുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചത്, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പറയാൻ സാധിച്ചത്. മാന്യപ്രേക്ഷകരെ, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളും, കാരണം ദേശീയ മാധ്യമങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനാവും ഈ വാർത്തകളൊക്കെ ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും പ്രക്ഷേപണം നടത്താറുണ്ട് എന്നുള്ളത്. പക്ഷെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ എന്തുകൊണ്ടോ അത് പ്രക്ഷേപണം ചെയ്യുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് ജയസൂര്യൻ സാർ വ്യക്തമാക്കുകയും ചെയ്തു. ഈ ഒരു വിഷയം തന്നെ സാറ് പറഞ്ഞ പോലെ സമുദ്രമാണ്. ആ സമുദ്രത്തിന്റെ ഒരറ്റത്തെ നമ്മളിപ്പോ കയറിയിട്ടുള്ളൂ. ഈ വിഷയത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ, കാരണം ഇന്ന് ജയസൂര്യൻ സാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാൻ കണ്ടു, നമ്മുടെ ഒരു അന്തർവാഹിനി പൊട്ടിത്തെറിക്കുകയും അതിൽ 18-16 പേര് നമ്മുടെ യുവാക്കളായിട്ടുള്ള നമ്മുടെ സേനാ അംഗങ്ങൾ അവർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലും അതിന് ചെയ്യേണ്ട ബാറ്ററി മാറ്റാൻ പോലും അന്നത്തെ ഈ പറയുന്ന പ്രതിരോധ മന്ത്രാലയമായാലും അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിന്റെ ആ UPA സർക്കാർ ആണെങ്കിൽ അവർ നൽകിയില്ല എന്നുള്ളതും, നമ്മുടെ സേനയുടെ ജീവൻ പോയാലും വേണ്ടില്ല ഞങ്ങളത് ചെയ്യാത്ത രീതിയിലുള്ള ആ ഭരണമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് നേരെ തിരിച്ച് നരേന്ദ്രമോദിജി സൈന്യത്തിന് പൂർണ്ണ അധികാരവും സൈന്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്ന നവീന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ കണ്ടു. നമ്മൾ പാകിസ്ഥാനെ വെറും 4 ദിവസം കൊണ്ട് തന്നെ ക്ഷമ ചോദിച്ചുകൊണ്ട് മാപ്പ് ഇഴന്നുകൊണ്ട് നമ്മുടെ കാല് പിടിക്കുന്ന അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ ഓടി വന്നത് നമ്മൾ കണ്ടു. ലോകം ഒന്നടങ്കം മോദിജിക്ക് പിറകിൽ അണിനിരക്കുന്നത് കണ്ടു. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഗംഭീര വിഷയവുമായിട്ട് താമസിയാതെ തന്നെ ജയസൂര്യൻ സാറുമായിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.